മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ വിരുന്ന്. ഇവിടുത്തെ കഥകളും സംഭവങ്ങളും വിശുദ്ധരുടെ ജീവിതവും വചനവും എല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തെ മാധുര്യകരമാക്കുന്നു കരുതുന്നു. ഇന്ന് നമ്മുടെ മധുരമൊഴിയെ കൂടുതൽ മധുരമാക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. ജോർജേട്ടൻ്റെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പമുള്ള കുടുംബം തൃശ്ശൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ലിയോൺസും അനി ടീച്ചറുമാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഏഞ്ചൽസ് ആർമി കുടുംബത്തിൽ നിന്നുള്ള രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൽ വന്ന മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമുണ്ട്. ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്ന മലയാളികൾക്ക് പ്രിയങ്കരനായ നിവിൻ പോളിയാണ്. ഒരു ചെറിയ ഒരു പാർക്കാണ് രംഗം. പാർക്കിൽ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിവിൻ പോളി അപ്രതീക്ഷിതമായിട്ട് പിള്ളേരുടെ കടന്നു വരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ പേരിൽ നിവിൻ പോളി തന്നെയായിട്ടാണ് വരുന്നത്. വന്ന് കുഞ്ഞുങ്ങളെല്ലാം അദ്ദേഹത്തിന് വട്ടം കൂടിയിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഇൻറ്റൻഷൻ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് പഠിപ്പിക്കുകയായിരുന്നു. മനോഹരമായ ഷോർട്ട് മൂവിയായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർ സ്പർശിക്കാറില്ലേ, തൊടാറില്ലേ? അപ്പോൾ ചിലവർ തൊടുന്നത് ബാഡ് ടച്ചാണ്, ചിലവർ തൊടുന്നത് ഗുഡ് ടച്ചാണ്. ഗുഡ് ടച്ച് തൊടുന്ന ആരൊക്കെയാണ്? പേരൻസ് ആണ്. അവർ ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ്, അതെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിള്ളേർ പറഞ്ഞു ലിപ്സ് ആണ്, ബ്രസ്റ്റ് ആണ്, ഇൻ ബിറ്റ്വീൻ ലെഗ്സ് ആണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെയൊക്കെ ചിലർക്ക് മാത്രമേ തൊടാൻ പാടുള്ളൂ. അത് സ്നേഹപൂർവ്വമുള്ള സ്പർശനങ്ങൾ മാത്രം. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് കുളിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്, ഇൻ ദ പ്രസൻസ് ഓഫ് പേരൻസ്, അങ്ങനെ നന്നായിട്ട് പറഞ്ഞു. അല്ലാത്തതെല്ലാം ബാഡ് ടച്ചാണ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് കേരള ഗവൺമെൻറ് ഇറക്കിയ പിള്ളേർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇറക്കിയ ഒരു മൂവിയായിരുന്നു. നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ല, മറിച്ച് ശാരീരിക വിശുദ്ധിയിൽ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സ്കൂളുമായിട്ടോ അല്ലെങ്കിൽ NGO വഴി കിട്ടുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. എങ്ങനെ സെക്ഷൽ എഡ്യൂക്കേഷൻ പറ്റി കിട്ടുന്നുണ്ട്, പക്ഷേ ശാരീരിക വിശുദ്ധി ആ പാർട്ട് നമുക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കുഞ്ഞുങ്ങളെ ശാരീരിക വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട്, പ്രത്യേകിച്ച് അവരുടെ കുഞ്ഞു പ്രായം മുതൽ അവരെ ഇച്ചിരി ഡീവിയേഷനെ കാണിക്കുന്ന ടീനേജ് വരെയൊക്കെയുള്ള പ്രായങ്ങളിലൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ആ പ്രായത്തിലുള്ള 5 മക്കളില്ലേ? 5 മക്കൾ ഏകദേശം എല്ലാ പ്രായത്തിലും. മൂത്ത ആളെങ്കിൽ +2 ആയല്ലേ? അപ്പോൾ എല്ലാ ഏജിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഈ മക്കളെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ, ശാരീരിക വിശുദ്ധിയുടെ കാര്യത്തിൽ ഒരു ഫോർമേഷൻ കൊടുത്തു കൊണ്ടുവരുന്നത്? എനിക്ക് തോന്നുന്നു ഈ സെക്സ് എഡ്യൂക്കേഷൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മളുടെ ഒരു ആത്മാവിൻ്റെ രക്ഷ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അതിന് ശരീരത്തിൻ്റെ വിശുദ്ധി ഏറ്റവും ആവശ്യമാണെന്ന് കുഞ്ഞുനാളിലെ അവരെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ, മക്കളെ, നമ്മളെല്ലാവരും സ്വർഗത്തിൽ ചെല്ലേണ്ടവരാണ്. അതുകൊണ്ട് നമ്മളുടെ ശരീരത്തെ വിശുദ്ധമായിട്ട് എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മുടെ സംസാരത്തിലും നമ്മളെ പ്രോഗ്രാം കാണുമ്പോഴും എപ്പോഴും ആ ഒരു വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്ന ഞങ്ങളുടെ പല അവസരങ്ങളിലും, ഇപ്പോൾ ഒരുമിച്ചൊരു സംസാരത്തിലായാലും, ഇപ്പം മൂത്ത മകനൊക്കെ കയറി വരുന്നു, അവൻ +2-ലായി, അവനൊക്കെ നമ്മൾ TV കാണുമ്പോഴും ഇത് നല്ലതല്ല, നമുക്ക് വിശുദ്ധിയുടെ കണ്ണുകൾ കൊണ്ട് എല്ലാം കാണുക എന്നുള്ള ഒരു ഫോക്കസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അത് കൈമാറ്റം ചെയ്യാൻ. ഒരു കുഞ്ഞു ഒരു 3-ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനെ അമ്മ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്ന ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അമ്മ കൊച്ചിന് മൊബൈൽ കൊടുക്കണം. കൊച്ചോട് വഴക്ക് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇതിനുള്ള എല്ലാ സകല വീഡിയോയും കണ്ടിട്ട് സെൻസർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം കൊച്ചല്ല ചീത്തൊന്നും കാണരുത്. എൻ്റെ കൊച്ചിനെ ചോദിച്ചു, മോളെ നമുക്ക് വിശുദ്ധയാവണ്ടേ? അപ്പോൾ പിന്നെ വിശുദ്ധയാവണം, ഉറപ്പായിട്ട് വിശുദ്ധയാവണം. അപ്പോൾ മോള് TV ഒക്കെ കാണുമ്പോൾ അശുദ്ധമായതൊക്കെ കാണാറില്ലേ? തിരുവചനം എന്നാ പറയുന്നത്? വിശുദ്ധമായവ വിശുദ്ധിയോടെ കാണുന്ന, വിശുദ്ധിയോടെ ചെയ്യുന്ന വിശുദ്ധരായി തീരും. അപ്പോൾ മോള് ചീത്തയൊക്കെ ഇടയ്ക്ക് കാണാറില്ലേ? പൊട്ട സാധനങ്ങൾ കാണാറുണ്ട്. അപ്പോൾ കാണുന്നത് തെറ്റാണോ? അയ്യോ, അതൊക്കെ തെറ്റാണല്ലോ. ഇതാണ് ഒരു ഫോർമേഷൻ. കുഞ്ഞുനാൾ മുതൽ കൊടുത്തു വളർന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും, ഇതൊക്കെ അശുദ്ധമാണ്, ഇതൊക്കെ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ തുടർന്നോളൂ. ഞാനിങ്ങനെ ഓർക്കുക, ഇപ്പോൾ മോളാണ്, രണ്ടാമത്തെ മോളാണ്, ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും മോൾക്ക് അങ്ങനെ ഒരു ശാരീരിക മാറ്റങ്ങളൊക്കെ വരണേക്കാൾ മുമ്പായിട്ട് ഞാനിവളിങ്ങനെ പതുക്കെ വിളിച്ചിരുത്തി, അങ്ങനെ നമ്മളുടെ കുടുംബത്തിലെ ചില സമയങ്ങളിൽ അങ്ങനെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവൾ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാമേ, എല്ലാ കാര്യങ്ങളും അതൊക്കെ സ്കൂളിലെ ഫ്രണ്ട്സ് പറഞ്ഞു. ഞങ്ങളുടെ നല്ല ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇവരെ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നവരാണ്. അപ്പൊ അവര് അത് പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഞാൻ ചിലപ്പോൾ എപ്പോഴും ആലോചിക്കും, നമുക്ക് ആ ഒരു ശരീരത്തിന്റെ വിശുദ്ധിയെ കുറിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാളിലെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ശരിക്കും ഓർക്കും. അപ്പൊ ഞാൻ മോളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവൾ അത് വളരെ എന്താ പറയാ
ശ്രദ്ധയോടെ തന്നെ അത് ഉൾക്കൊണ്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ആലോചിക്കുക, ഒരു ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ചാവറപിതാവിൻ്റെ ഇതിനോടനുബന്ധിച്ച് ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി ഒരു വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ മിസ് അങ്ങനെ പറഞ്ഞു, രാവിലെ തൊട്ട് സ്കൂളിൽ വന്ന് എന്തോ അസൗകര്യമുണ്ട്, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞു, മിസ് എനിക്ക് വീട്ടിൽ അപ്പയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കണം, അങ്ങനെ കാരണം ഒരു വീട്ടിലോട്ടാണ് പോകണം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ മോളെ അങ്ങനെ ഒരു വീട്ടിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞ് എന്നോട് ഇങ്ങോട്ട് പറയും, അമ്മേ അവിടെ വേറെ ആരും ഇല്ല, ആ കുട്ടിയുടെ അമ്മയും. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമ്മളെ വളരെ ശ്രദ്ധ വേണം. ഞാൻ ആലോചിക്കുക, അപ്പോൾ എൻ്റെ അമ്മ അതുപോലെ കുഞ്ഞുനാളിലെ എനിക്കിത് പറഞ്ഞ് വലിയ നമ്മൾ അടുത്തിരുത്തി ക്ലാസ് എടുത്തിട്ടൊന്നുമല്ല, പക്ഷെ ആ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ ഇത് നമ്മളിലേക്ക് വ്യക്തമായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം അമ്മമാര്, പ്രത്യേകിച്ച് അമ്മമാരും അപ്പന്മാരും. കാരണം അമ്മമാർ നമ്മൾ എപ്പോഴും പറയുമ്പോൾ വിചാരിക്കും പെൺകുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കില്ല, പാവപ്പെട്ട ഞങ്ങൾക്ക് ആരും പറഞ്ഞതല്ല അതായത് പോയത്. സാധാരണ ആൺമക്കൾക്ക് അധികം ഈ വളർച്ചയുടെ പ്രായങ്ങളിൽ ജീവിത വിശുദ്ധിയെ പറ്റിയൊന്നും സാധാരണ, കാരണം പെൺകുട്ടികളെ കുറിച്ച് ഒത്തിരി കൺസേൺ ഉണ്ട്. അവൾ അങ്ങനെ പറ്റരുത്, ഇങ്ങനെ പറ്റരുത്. ആൺകുട്ടികൾ എങ്ങനെ സമൂഹം എങ്ങനെയായിരിക്കും വളർന്നു പോയിക്കോളും. ഞാൻ ഈ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നതിനെ പറ്റി ഏറ്റവും വ്യക്തതയുള്ള സഭയിലെ ഈ ജീവിത വിശുദ്ധിയെ പറ്റി പറയുമ്പോഴേ വിശുദ്ധ എന്ന് ഓർമ്മ വന്ന വിശുദ്ധ മരിയാഗുരേത്തിയാണ്. മരിയാഗുരേത്തി ഇങ്ങനെ പറ്റി ഒരു കൊച്ചു പെങ്കൊച്ചിന് ഇത്ര ശക്തമായിട്ട് നോ എന്നെ കൊന്നാലും പറ്റില്ലെന്ന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തോണ്ടാ. അവളുടെ അമ്മ കൃത്യമായിട്ട് അവളുടെ ബാല്യത്തിലെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും ഇത് പരിശുദ്ധ അൾത്താര പോലെ വിശുദ്ധ വസ്ത്രം, അൾത്താരയിൽ വിരിക്കുന്ന വിശുദ്ധ വെള്ളവസ്ത്രം പോലെ ഒരു മലിന പോലും കുണ്ടാതെ നടക്കണം എന്നൊക്കെ അമ്മ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഒരു പാപത്തിന്റെ പോറിന് പോലും വീഴാൻ അവൾ അനുവദിക്കാതിരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും വരാൻ ആഗ്രഹിക്കുക. ചാവറപ്പിതാവിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയോണ്ടാണ്. ചാവറപ്പിതാവ് ചാവറിൽ എഴുതിയിട്ട് 150 വർഷം പൂർത്തിയാകുന്ന വർഷമാണല്ലോ, അതിന്റെ ആഘോഷമായിരുന്നു. അപ്പോൾ അത് ചാവറച്ചൻ പറഞ്ഞ മനോഹരമായ ഒരു കാര്യമുണ്ട്, ചേച്ചി പറഞ്ഞതായിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങള് ബന്ധുവീടുകളിലേക്ക് പോകുമ്പോൾ അവർ മാലാഖമാരായിട്ടും ബന്ധുവീടുകൾ തിരിച്ചു വരുമ്പോൾ അവർ സാത്താന്റെ സന്താനങ്ങളുമായിട്ട് തിരിച്ചു വരുന്ന ചാവറപ്പ് 100-150 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ എനിക്ക് തോന്നുന്നു അത് ഇന്നും വളരെ റെലവൻ്റ് ആയ ഒരു കാര്യമാണ്. ജോർജേട്ടാ ഇതിനെപ്പറ്റി ഒരു സമഗ്രമായിട്ടൊന്ന് പറയാമോ? ഇതിനെപ്പറ്റി ഒന്ന് വസ്തുത നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചില മുൻകൂർ ധാരണകളുണ്ട്. അവർ ആങ്ങളെയും പെങ്ങളുമാണ്, അല്ലെങ്കിൽ അമ്മാവനും മരുമകളുമാണ്. നമ്മൾ പ്രായങ്ങളുടെ വ്യത്യാസങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനമെടുക്കുക. പക്ഷേ ഇതൊക്കെ ഇപ്പം അപ്രസക്തമായി മാറിയിരിക്കുക. എവിടുന്ന് വേണമെങ്കിൽ അശുദ്ധി കടന്നു വരാനുള്ള മുഴുവൻ സാധ്യതകളുണ്ട്. അതിപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പോലും നമുക്ക് കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് ഞാൻ പറയുമ്പോൾ പാടില്ല എന്നല്ല, പക്ഷെ കുറ്റപ്പെടുത്താൻ പോലും സാധിക്കില്ലാത്ത ചില അവസ്ഥകളുണ്ട്. കാരണം ഇന്നത്തെ അന്തരീക്ഷം, ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകൾ അത്രയാണ്. ചില സൈറ്റുകളുണ്ട് ബന്ധുക്കൾ തമ്മിലുള്ള തെറ്റായ പ്രവൃത്തികളെ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സൈറ്റുകളുണ്ടെന്നാണ് പറയുന്നത്. പോൺ സൈറ്റുകളിലൊക്കെ അപ്പം അറിയാതെ അങ്ങോട്ട് മനുഷ്യരെ ഇതൊക്കെ രണ്ട് കാര്യങ്ങളുണ്ടാകുന്നുണ്ട്. ഒന്ന്, ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണെന്നൊരു ധാരണ, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യത്തെ ദൈവികമായ പദ്ധതിയെ അപ്പാടെ ശാരീരികമാക്കി മാറ്റുന്നത്. അത് ശാരീരികമായ മൊമെന്ററി പ്ലഷറാണ്. അതൊന്നും പങ്കുവെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നു കഴിയുമ്പം അവർക്കിത് കൊച്ചു കുഞ്ഞാണല്ലോ, അല്ലെങ്കിൽ ഇത് എൻ്റെ ഇന്നയാളാണല്ലോ എന്നുള്ളതൊരു വിലക്കോ തടസ്സവുമായി മാറുന്നതിന് പകരം ഒരുപക്ഷെ അപ്പൻ്റെയോ അമ്മയുടെയോ ഒക്കെ സ്ഥാനത്തുള്ളവർ തന്നെ തെറ്റായ രീതിയിലേക്ക് ആ ഒരു പരിസ്ഥിതി നിലവിലുണ്ട്. ഇത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ പോൺ സൈറ്റുകളെല്ലാം മാറ്റാൻ പറ്റില്ല, അത് കാണുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമാണ്. അപ്പോൾ അവരെ അവെയറാക്കുക. അതിപ്പോൾ അങ്കിളാണെങ്കിലും ശരി, ആൻറ്റി ആണെങ്കിലും ശരി, അപ്പനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ചില പരിധികളും പരിമിതികളും എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ പ്രൈവസി, എൻ്റെ ശരീരം എനിക്കിഷ്ടം, എൻ്റെ ശരീരം എൻ്റേതാണ്. അതിന്റെ ആദ്യത്തെ അവകാശം കർത്താവിൻ്റെതാണ്. ഈ പൗലോസ്ലീഹ പറയുന്നുണ്ട് നമ്മുടെ ശരീരം കർത്താവിൻ്റെതാണ്, അതുകൊണ്ട് ആകിയാൽ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ നമ്മളൊന്ന് കുട്ടികളെ ഒന്ന് വളർത്തി വിടാമെങ്കിൽ ഇതിനകത്ത് നമുക്ക് വേണ്ടാതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോധ്യം വരും. അല്ലാതെ നമുക്ക് വാസ്തവത്തിൽ ബന്ധുവീടുകളിൽ പോയി പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ചാവറേച്ചൻ പറഞ്ഞത്. അന്നത്തേക്കാൾ അന്ന് ചിലപ്പോൾ ഒന്നും ഇല്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അത് വളരെ പ്രസക്തമായിട്ട് വന്നിരിക്കുക. ടീച്ചർ എന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ, ടീച്ചർ എന്നതിൽ ഉറപ്പായിട്ട് ആ ചോദ്യം വരുമല്ലോ. ടീച്ചർ എന്നതിൽ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വളർച്ചയുടെ പ്രായത്തിൽ പ്രത്യേകിച്ച് ഈ ജീവിത വിശുദ്ധിയെ കുറിച്ച് ഉറപ്പായിട്ടും ടീച്ചർമാർ വലിയൊരു കടമയുണ്ടല്ലോ ഇക്കാര്യത്തിൽ. മാതാപിതാക്കളൊക്കെ പലരും ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ എക്യുപ്ഡ് ആയിരിക്കില്ല. അപ്പൊ നിങ്ങളാണല്ലോ ശരിക്കും ഇത് കർത്താവിന്റെ കരങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിളിയായിട്ട്. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഞാൻ നേരത്തെ പറയില്ലേ, അമ്മ എൻ്റെ ഉള്ളിൽ വളരെ കുഞ്ഞുനാളിലെ ഈ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട്, ഞാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ഓർക്കാം വിശുദ്ധ മരിയാഗുരേത്തിയുടെ കഥയൊക്കെ വളരെ കുഞ്ഞുനാളിലെ അടുത്ത് കെടുത്തി പറഞ്ഞു തരുമായിരുന്നു. അപ്പം അറിയാതെ തന്നെ ആ ഒരു ചിന്ത
മനസ്സിൽ വളരെ രൂഢമൂലമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ +2 പഠിപ്പിക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മോറൽ സയൻസ് ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരു പേടിയാണ് ഇങ്ങനെ ലൈംഗികത എന്നുള്ള വിഷയത്തെ ഒന്ന് തൊടാൻ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വിശുദ്ധിയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു. പക്ഷെ ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രേരണ കൊണ്ട് വളരെ എന്താ പറയുക, ആ ഒരു ശരീരത്തിൻ്റെ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയാണെന്നൊക്കെ പറയാൻ പറ്റിയ ചില ക്ലാസ്സുകൾ ഉണ്ടായിരുന്നുണ്ട് വല്ലപ്പോഴൊക്കെ ഒരിക്കൽ. ഒരു വർഷത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വർഷം ഒരു ക്ലാസ് അങ്ങനെ കൊടുക്കാൻ നോക്കാറുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ അടുത്തിടെ അവർ കോളേജ് ഗെറ്റ് ടുഗദറിനിടയിൽ അവനിപ്പോൾ വിവാഹിതനായി, ജസ്റ്റ് വിവാഹിതനായേ ഉള്ളൂ. അപ്പോൾ അവൻ ഇങ്ങനെ ജീവിത വിശുദ്ധിയെപ്പറ്റി, ശാരീരിക വിശുദ്ധിയെ പറ്റിയൊക്കെ ഇവരുടെ പ്രീകാന കോഴ്സിൽ കേട്ട ക്ലാസ്സിനെ പറ്റിയൊക്കെ ചുമ്മാ കാഷ്വൽ ഡിസ്കഷനിടയിൽ കോളേജിൽ ഗെറ്റ് ടുഗദർ, ഡിഗ്രിയുടെ ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഇത് ആകാംക്ഷയോടെ കേട്ടിരിക്കുവാന്ന്. കിട്ടുന്നുണ്ടല്ലോ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങൾക്ക് കുറച്ചാൾ മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നില്ല എന്ന രീതിയിലേ ആ ഒരു രീതിയിലാണ് കുട്ടികൾ ഇരിക്കാറുണ്ട്. ശരിക്കും കഴിഞ്ഞ ദിവസം ഇതുപോലെ ഉണ്ടായ ഒരു അനുഭവം, ഒരു കുഞ്ഞിനെ, എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു സാഹചര്യത്തിൽ നിന്ന് അവളെ പിടിച്ചു കൊണ്ടുവരേണ്ടി വന്നു. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന്, അതായത് ഇവിടെ ഒരു പയ്യന്മാരോട് സംസാരിക്കാൻ ഒരു ടെൻഡൻസി കാണിച്ച് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പ്രിൻസിപ്പളിന് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു, അമ്മേനെ വിളിച്ചു വരുത്തി പല ആർഗ്യുമെന്റ് വെച്ചിട്ടും ഇവളെല്ലാത്തിനും ഇങ്ങനെ ഗണ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതവൾ പറയാ, എന്താ കുഴപ്പം, അങ്ങനെ സംസാരിക്കുന്നതിൽ എന്താ തെറ്റ് ടീച്ചർ, അങ്ങനെ നമ്മളിങ്ങനെ. അവസാനം ഞാൻ പറഞ്ഞു, മോളെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും പ്രഥമമായ കടമ. ആ കൊച്ചെന്നോട് പറഞ്ഞു, ടീച്ചറെ ഇത് ടീച്ചറെ ക്ലാസ്സിൽ ഇതേപോലെ ശക്തമായിട്ട് പറയണം, കാരണം നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന പല കുട്ടികൾക്കും ഇത്രയും തീവ്രമായിട്ട് ഇതിന്റെ കാര്യം അറിയില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ മാസ്റ്റർബേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വൈറ്റ് നോർമൽ, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളൊക്കെ ആ തരത്തിലാണല്ലോ ഇന്ന് പറയുന്നത്. പുസ്തകങ്ങളും സ്പോർട്സോട് ബന്ധപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കളികൾക്കൊക്കെ അങ്ങനെ ചെയ്യുന്നതൊക്കെ അവർക്ക് ഉത്തേജനം കിട്ടാൻ തയ്യാറാണ്, റിലാക്സേഷന്, IT സെക്ടറിലുള്ള റിലാക്സേഷൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പല മോഡേൺ പുസ്തകങ്ങളൊക്കെ തന്നെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ. ഞങ്ങളുടെ ഇടവക കഴിഞ്ഞ ദിവസങ്ങളിലെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞതാണ്, കുമ്പസാരത്തെ പാപത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതാണ്, ആദ്യം ഡൊമിനിക് അച്ഛൻ്റെ ധ്യാനം കേൾക്കും, അത് കഴിയുമ്പോൾ അഭിഷേകാഗ്നിയുടെ ആരാധന കാണും, അത് കഴിയുമ്പോൾ യേശുദാസിൻ്റെ ഗസലിലേക്ക് മാറും, അങ്ങനെ പയ്യെ പയ്യെ മാറി അവസാനം എത്തി നിൽക്കുന്നത് ഇങ്ങനൊരു ടെൻഡൻസിയിലേക്കാണ്. ഡെയിലി അച്ഛൻ പറയായിരുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് വ്യക്തമായ ബോധ്യത്തോടെ ഉപേക്ഷിക്കാൻ നമ്മൾ പഠിക്കുന്ന അച്ഛൻ ശക്തമായിട്ട് യുവജനങ്ങൾക്ക് ശരിക്കും അങ്ങനത്തെ ഒരു ടെൻഡൻസിയിലോട്ടൊന്ന് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ രണ്ട് കാലഘട്ടങ്ങളെങ്കിലും ജോർജ് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസവും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എടുക്കേണ്ട ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഉറപ്പാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ, ആ ഒരു മേഖലയിലേക്ക് വെട്ടം തരുന്ന രീതിയിൽ ജോർജേട്ടനൊന്ന് പറയാമോ? പണ്ടൊക്കെ മാതാപിതാക്കൾ വളരെ കർശനമായിട്ട് രംഗത്ത് വരുമായിരുന്നു. ഇപ്പൊ കോളേജിൽ പ്രിൻസിപ്പൾമാരോ അല്ലെങ്കിൽ ഹോസ്റ്റലിലെ വാർഡന്മാരോ വരുന്ന അത്രയും തീക്ഷ്ണത പോലും വീട്ടുകാർ, കാരണം ഇത് വാങ്ങി കൊടുക്കുന്നത് പലപ്പോഴും ഡ്രസ്സുകൾ, വസ്ത്രധാരണത്തിന് വേണ്ടി അത്തരത്തിലുള്ള ഡ്രസ്സുകൾ വാങ്ങി കൊടുത്തേച്ച് അതിനെ, ഇപ്പോൾ ഉദാഹരണത്തിന് വാർഡൻ തന്നെ വിളിച്ചൊന്ന് ഒരു വാണിംഗ് കൊടുത്ത് അതിനെന്നാ സിസ്റ്ററെ, അല്ലെ അതിനെന്നാ കുഴപ്പം എന്ന് തിരിച്ച് ചോദിക്കുന്ന ഒരവസ്ഥയിൽ, അതായത് സമൂഹം അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ അവരെ അലൗ ചെയ്യുക. അപ്പോൾ അതിന് നമ്മളിപ്പം അവർ യുക്തിയോടെ, ഇപ്പോൾ ടീച്ചറിനോട് പറഞ്ഞതുപോലെ അതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നോട് അങ്ങനെ ഒരു അതിൽ തന്നെ കുഴപ്പമൊന്നും പറയാനില്ല, അതിപ്പോൾ കുഴപ്പമൊന്നും പറയാനില്ല, അതതിനകത്തെ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു, എന്നോടൊരു ഇഷ്യൂ ഇങ്ങനെ വന്നു, അതിനകത്ത് എന്താ കുഴപ്പം, നമുക്കിതിന് കൃത്യ അളവൊന്നും പറയാൻ പറ്റില്ല, ഇത്ര സെൻറ്റിമീറ്റർ ഇത്ര മില്ലിമീറ്റർ എന്നൊന്നും ഒരു കണക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും നമ്മൾ നോക്കണ്ട, എന്ത് ഡ്രസ്സ് വേണേലും നിങ്ങൾക്ക് ഇടാം, നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് വളരെ കറക്റ്റാണ്, നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചിട്ടോളുക, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തേക്കണം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ജ്വല്ലറിയുടെ മുമ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഈ ആഭരണങ്ങൾ ഇങ്ങനെ കണ്ണാടിക്കൂട്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. പക്ഷെ നമ്മുടെ വീട്ടിലും ആഭരണമുണ്ട്, നമ്മളതൊരിക്കലും നമ്മുടെ ഷോക്കേസിൽ കൊണ്ട് വെക്കുകയോ നമ്മളുടെ എന്തിനും വീടിന് അകത്ത് പോലും നമ്മൾ അങ്ങനെ വെക്കുകയല്ല, നമ്മളത് കൊണ്ടുപോയി ലോക്കറിൽ ഏറ്റവും ഭദ്രമായിട്ട് സൂക്ഷിച്ചത്. എന്താ അങ്ങനെ ചെയ്യുന്നത്? രണ്ടും സ്വർണ്ണമാണ്. കാരണം ഇന്നലെ വരെ ഷോറൂമിലിരുന്ന സ്വർണം ഇന്ന് നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ സംഗതി ലോക്കറിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ്? അത് അവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതല്ലേ. ഇത് നമ്മൾ കള്ളനൊന്നും എടുത്തുകൊണ്ട് പോകാതെ ഓൺ ചെയ്തു സൂക്ഷിച്ചു. അത്രേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ ഷോ ഇറ്റ് ഓഫ്, ആർക്കും വന്ന് നോക്കാം, ആർക്കും വന്ന് പിടിച്ചു നോക്കാം, ആർക്കും വന്ന് തൊട്ട് നോക്കാം, അതിൻ്റെ എല്ലാ ആംഗിളിലും കാണാൻ പറ്റും. അങ്ങനെ കാണാവുന്ന വിധത്തിൽ വേണം അത് വെക്കാനും. ഇതൊന്നുമല്ല, ഇതൊരു പ്രഷ്യസ് തിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓൺ ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഒന്നാണ്, സ്വർണ്ണത്തേക്കാൾ വിലപ്പെട്ട ഒന്നാണ് നിങ്ങളെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ കീപ് യുവർ സെൽഫ്. എന്നോട് ഒരിക്കലും ഒരു പെൺകുട്ടി ഇങ്ങനെ വളരെ
ആർജവത്തോട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന കാത്തുവെക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എൻ്റെ ശരീരത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധിയാണെന്ന്. അതായത് നോട്ടത്തിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ പിഴയ്ക്കാത്തൊരു ജീവിത വിശുദ്ധിയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ത്രീധനം പോലെ ഞാൻ കൊടുക്കാൻ വേണ്ടി കാത്തുസൂക്ഷിക്കുന്നത്. അങ്ങനത്തെ ഒരു ചിന്തയിലൊക്കെ ആ ശരീരത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വിശുദ്ധിയെ കാത്തുപരിപാലിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എത്ര ആ തലമുറ, ആ കുഞ്ഞിനുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ തലമുറ എത്ര വിശുദ്ധമായൊരു തലമുറ തന്നെയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഇവര് സ്കൂളിൽ ഇപ്പം ഡ്രസ്സ് മാറി സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നോട് ചോദിക്കും ബാക്കിൽ നിന്ന് നോക്കി വൃത്തിയേട് വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് മാറുമ്പോൾ പോലും അത് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്, നമ്മൾ ഉതപ്പ് കൊടുക്കരുത്. ആ ഒരു ചിന്ത 4 മക്കളുള്ള അല്ലെങ്കിൽ മക്കളെ പ്രസവിച്ച് ഇത്രയും വളർന്നിട്ട് പോലും അങ്ങനെ ഒരു ബോധം സൂക്ഷിക്കുക, അത് എത്രയോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെയുള്ള ഒരു സുരക്ഷിതത്വ ബോധം, എൻ്റെ ജാഗ്രതാ ബോധം, ഞാൻ എത്രമാത്രം വിശുദ്ധിയുള്ളവനാകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു വേറെ ലെവലും കൂടി നമ്മൾ ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾക്കെങ്കിലും നമ്മളിപ്പോൾ ഈ എങ്ങനെ പ്രാർത്ഥനാപൂർവ്വം നേരിടാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊന്നും താല്പര്യപ്പെട്ടിട്ടോ ആഗ്രഹിച്ചിട്ടൊന്നും അല്ല, എടുത്തെറിയപ്പെട്ടവരുണ്ട്. ബാല്യത്തിൽ ബന്ധുജനങ്ങളാലോ കൂട്ടുകാരോ ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെട്ടവരുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലൊക്കെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് സീനിയേഴ്സൊക്കെ വന്ന് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയാണ് മാസ്റ്റർബേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ക്ലിപ്പിംഗ്സും ഇപ്പോൾ ഒരുപാട് ഒത്തിരി അതൊക്കെ വളരെ അവൈലബിൾ ആയ സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില വീണുപോയ കുഞ്ഞുങ്ങളുണ്ട്, തിരിച്ചു വരാൻ കുറ്റബോധത്തോടൊക്കെ ഇരിക്കുന്ന ചങ്കുപൊട്ടി കരയുന്ന കുഞ്ഞുങ്ങളുണ്ട്. പള്ളിയിലൊക്കെ വന്നിട്ട് കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെയുള്ള ഏറ്റവും നല്ലൊരു ഉണർത്തുപാട്ടെന്ന് പറയുന്നത് ഫ്രാൻസിസിയാണ്. അസീസിലെ ഫ്രാൻസിസ് ഈ ഒരു രാത്രിയിൽ പ്രലോഭനങ്ങളാൽ നിറഞ്ഞപ്പോഴത്തേക്ക് പോയി ചെയ്തൊരു പ്രവൃത്തിയാണ്, എല്ലാവർക്കും അറിയാവുന്ന പ്രവൃത്തിയാണ്. നേരെ മുറ്റത്തേക്ക് തണുപ്പ് മഞ്ഞ് വീഴുന്ന മുറ്റത്തേക്ക് ചാടിയിട്ട് അവിടെയുള്ള റോസയുടെ മുഖത്തേക്ക്, റോസാപുഷ്പത്തിന് ആ ചെടിയുടെ പുറത്തേക്ക് ഉരുണ്ടെന്നാണ് പറയുന്നത്. ആ ചോര ഊർന്ന ശരീരത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും പ്രലോഭനങ്ങൾ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഇന്നും ആ റോസാ ചെടി മുള്ളുകളില്ലാതെ അസീസിൽ നിൽപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇതിനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. മക്കളുടെ ഭാഗത്തുനിന്ന് കുറച്ച് പ്രയത്നങ്ങൾ, പ്രാർത്ഥന, ഉപവാസം, ചില പ്രത്യേക രീതിയിലുള്ള ആത്മീയ നിഷ്ഠകൾ, അങ്ങനെ എന്തെങ്കിലും ജ്യോതിയായിട്ട് അങ്ങനത്തെ അതുപോലത്തെ മേഖലയിലേക്ക് ഒന്ന് ടിപ്സ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലൈംഗികമായ എല്ലാ പാപങ്ങൾക്ക്, അല്ലെ അശുദ്ധിയുടെ എല്ലാ പാപങ്ങൾക്കും ഒരു വല്ലാത്ത ആവർത്തിപ്പിക്കാനുള്ള ഒരു ശക്തി, ഒരു വീഴ്ച സർക്കിൾ. മറ്റു വാക്കുകൾ പറഞ്ഞാൽ ആദ്യത്തെ വീഴ്ച വീഴാതിരിക്കുക താരതമ്യേന എളുപ്പമാണ്. പക്ഷേ രണ്ടാമത്തേത്, മൂന്നാമത്തേത് ഇതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ അതിനെ അംഗീകരിക്കുക. ഇതിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതല്ല. ഇവിടെ ഞാൻ വീണ്ടും പറയും, കർത്താവായ യേശു ക്രിസ്തുവിൽ സകലതിനും രക്ഷയുണ്ട്. അവിടുന്ന് വഴി നമുക്ക് രക്ഷ. ഭയങ്കര സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റാണ്. കാരണം ഒത്തിരി മക്കൾക്കുള്ള യുവജനങ്ങളൊക്കെ ഉള്ള ഒരു വേദനയാണ്, എനിക്കിനി പറ്റില്ല, തിരിച്ചു കിട്ടില്ല. എനിക്കൊന്ന് പേഴ്സണലി പറയുന്നുണ്ട്, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഈശോയുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു തമ്പുരാൻ നമ്മളിലേക്ക് വരുന്നത് ഈ നമ്മുടെ ദുർബലതകൾക്ക് എടുത്തു മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രത്യാശ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊരു വലിയ ശക്തിയാണ്. തമ്പുരാൻ നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടിയാണല്ലോ ഈ അപ്പത്തിൻ്റെ രൂപത്തിലേക്ക്. ഞാനിത് പറയാൻ വന്നൊരു കാര്യം ഇപ്പം പറഞ്ഞു ദിവസം 2 റെമഡികൾ നമുക്കിപ്പോൾ ഒരു കത്തോലിക്ക കുട്ടിയാണെങ്കിൽ 2 റെമഡികൾ ഞാൻ വളരെ ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഒന്ന്, ആദ്യമേ നമ്മളിത് തെറ്റാണ് എന്നൊന്ന് ബോധ്യപ്പെടണം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ കുരങ്ങും അങ്ങനെ ചെയ്യുന്നുണ്ട്, ചില കുട്ടികൾ വന്ന് പറയുന്നുണ്ട് അത് കുരങ്ങും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഈ പുസ്തകത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, കുരങ്ങ് പലതും ചെയ്യാറുണ്ട്, ഇതെല്ലാം നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ കുരങ്ങാവും. പാപബോധം കുറ്റബോധമല്ല, തെറ്റിപ്പോയി, അത് അംഗീകരിക്കുക. എനിക്കതിനകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് തീരുമാനിക്കുക. അടുത്തത് രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലടാ എന്നുള്ള ഒരു ശബ്ദമാണ് ഇപ്പൊ പറയാ, എനിക്ക് യേശു ക്രിസ്തുവിൽ രക്ഷ സാധ്യമാണ്, എനിക്കെല്ലാം സാധ്യമാണ് എന്നുറപ്പിക്കുക. ഇനി എന്ത് ചെയ്യണം? ഇനി വെറുതെ ഞാൻ പറയും ഏറ്റുപറയുക എന്ന് വെച്ചാൽ കൺഫസ് ചെയ്യുക, കുമ്പസാരിക്കുക. കുമ്പസാരത്തിൽ ഏറ്റുപറയുക. ഞാൻ പറയും 7 പ്രാവശ്യം വീണാലും 8ാമത്തെ പ്രാവശ്യവും കുമ്പസാരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കുമ്പസാരിക്കുക, ആത്മാർത്ഥതയോടെ കുമ്പസാരിക്കുക. ഞാൻ പറയും കണ്ണീരോടെ കുമ്പസാരിക്കുക. കുമ്പസാരിക്കുമ്പോൾ നമ്മൾ കുറ്റബോധം നമ്മളെ വീണ്ടും ഇവിടെ കെട്ടിയിടും, അത് ഉറപ്പാണ്. അപ്പോൾ കുറ്റബോധത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും ഈ കുമ്പസാരത്തിലൂടെ വളരെ മനോഹരമായിട്ട്. അടുത്തത് ഞാൻ പറയും, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ആ കാര്യം, എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം ഞാൻ കർത്താവിനോട് ചോദിച്ചാൽ എന്തും കിട്ടും എന്ന സമയം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് കുർബാന സ്വീകരിക്കാൻ നാവ് നീട്ടുന്ന
ജസ്റ്റ് ആ സമയം. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, അങ്ങനെ ഞാൻ കാണുന്നതിന്, കർത്താവ് ചോദിക്കുക, ഞാൻ മോനെ നിനക്ക് എന്നാ വാങ്ങിച്ചുകൊണ്ട് വരണം, ഏത് മുട്ടായിയാണ് നിനക്ക് വേണ്ടത്, എന്ത് പ്രസൻ്റാണ് നിനക്ക് വേണ്ടത് എന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു നിമിഷം എന്നാണ് ഞാൻ അതിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ കാണുന്നത്. വിശുദ്ധിയിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോഴേക്കും നമുക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവണം. പലപ്പോഴും നമുക്ക് ഇതുപോലെ ചെറിയ ഇടർച്ചകൾ ഉണ്ടാകുമ്പോഴേക്കും ഞാനിങ്ങനെ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കൂടെ കൂടെ കുമ്പസരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കുമ്പസാരക്കൂടിന് മുമ്പിൽ നിൽക്കുമ്പോൾ തൊട്ട് പിന്നാലെ എൻ്റെ മൂത്ത മകൻ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ പലപ്പോഴും അവന് നമ്മളൊരു മാതൃകയാകുന്നതും അവനൊരു ബലമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പനും വീഴ്ചകൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഫ്രാൻസിസ് പാപ്പ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നേ, പാപികളല്ലാത്തവൻ പള്ളിയിലേക്ക് വരണ്ട. ഈ പാപികൾക്ക് വേണ്ടിയും വീഴ്ചയുള്ളവർക്ക് വേണ്ടിയും കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള ഞാൻ ജോർജേട്ടൻ പറഞ്ഞ രണ്ട് കാര്യത്തിന് ഒന്നുകൂടി എനിക്ക് സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒന്ന് കുമ്പസാരം തന്നെ. ഒരിക്കലും ഞാൻ കുമ്പസാര ഒരുക്കത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ, കുറച്ച് ടീനേജേഴ്സിനെ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് തകർച്ച ഉണ്ടായിരിക്കാം, വീഴ്ച ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ജീവിത വിശുദ്ധി നിങ്ങളാലോ അല്ല മറ്റുള്ളവർ കളഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അപ്പം തന്നെ പിള്ളേരുടെ മുഖമൊക്കെ വേണം നമുക്ക് കൃത്യമായിട്ട് കാണാവേ. അവർ വന്ന തഴക്കദോഷങ്ങളിലെയും ഈ ലൈംഗിക മേഖലയിൽ വന്ന വീഴ്ചകളിലേക്ക് നമുക്ക് അവരുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം. ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഈ കുമ്പസാരക്കൂട്ടിലൊന്ന് കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മാമോദിസയിൽ കിട്ടിയ അതേ വിശുദ്ധി, നിങ്ങൾ ആദ്യ കുർബാന സ്വീകരണത്തിന് പള്ളിയിലേക്ക് വന്ന അതേ പരിശുദ്ധിയോടെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു പൈമ ചോദിക്കുക, അത് സത്യമായിട്ടും പറ്റും. അത് കഴിഞ്ഞിട്ട് അവൻ കുമ്പസാരക്കൂട്ടി വന്നിട്ട് ഒറ്റ കരച്ചിൽ. അത് കഴിഞ്ഞ് അവൻ സൺഡേ സ്കൂൾ അധ്യാപകൻ ടീച്ചറെന്ന് പറയാം, ടീച്ചർ ഇതുപോലെ ഒന്ന് കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായി, എനിക്കത് കിട്ടിയെന്ന് ഉറപ്പോടെ മനസ്സിലായി. കാരണം അതാണ് കുമ്പസാരക്കൂട്. ഞാനൊരു അച്ഛൻ പറഞ്ഞപ്പോഴേ എൻ്റെ ഒരു കൊളീഗ് ആള് പറയാ ദം ബിരിയാണി ഉണ്ടാക്കുന്നത് ആള് സെർച്ച് ചെയ്താണ് യൂട്യൂബിൽ. ഇന്ന് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കൂടുതലാണല്ലോ. അപ്പോൾ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതാണ്, ഒരു സാധാരണ വ്യക്തിയാണ്, പക്ഷെ ആള് പറയാ പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒരു കാര്യം ഇതിൽ വന്നു. ആദ്യം വേണ്ടാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ സ്വാഭാവികമായിട്ട് അത് നോക്കിപ്പോയി. പക്ഷെ പറഞ്ഞൊരു സ്ട്രൈക്ക് ചെയ്ത കാര്യം ഇതാണ്, 2 ദിവസത്തേക്ക് വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളാണ്. ആൾ പറയും എനിക്ക് 2 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ അവസരങ്ങൾ കൂടുതലാണ്. പക്ഷേ കുട്ടികൾ തിരിച്ചറിയേണ്ട, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട, ഇത് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നത് തീർച്ചയായും. ടീച്ചർ കൂടെ ചേർത്ത കാര്യം ഇതാണ്, ഞാൻ പോയി കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതാണ് ഓർത്തത്. കുമ്പസാരക്കൂടിന്റെ ഒരു ബലം അതാണ്, എത്ര പ്രാവശ്യം വീണോ അത്ര പ്രാവശ്യം തിരിച്ചു വാ. ഇവിടെ കർത്താവ് കരുണയോടെ കാത്തിരിപ്പുണ്ട്, പുത്തനെടുപ്പിട്ട് തരാൻ, കെട്ടിപ്പിടിക്കാൻ, ഉമ്മ വയ്ക്കാൻ, വീണ്ടും. അതായത് ഒരിക്കലും നമ്മളൊക്കെ പിള്ളേരൊക്കെ പറയുന്ന കാര്യം ഇതാണ്, നഷ്ടപ്പെട്ടു പോയി ഇനി തിരിച്ചു കിട്ടത്തില്ല. ഇല്ല, നഷ്ടപ്പെട്ടു പോകും വിധം ഒരു വിശുദ്ധിയും ആരുടെ ജീവിതത്തിൽ കളഞ്ഞു പോയിട്ടില്ല. ആഗ്രഹം, നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം അതാണ്, തിരിച്ചു വരിക, വിശുദ്ധിയിലായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തമ്പുരാൻ ഇവിടെ റിഡക്ഷൻ സെയിലിൽ എല്ലാവർക്കും കരുണ ഇങ്ങനെ കുമ്പസാരക്കൂട്ടിൽ കൂട്ടി വെച്ചേക്കാൻ എടുത്തു കൊടുക്കാൻ. രണ്ടാമത്തെ കാര്യം ജോർജേട്ടൻ പറഞ്ഞു വെച്ച വിശുദ്ധ കുർബാന. എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ നല്ല മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ഈ ജോർജേട്ടൻ പറഞ്ഞ അതേ പൊസിഷനാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ചൊരു മൊമെന്റ് ഉണ്ട്, ഏറ്റവും പ്രേഷ്യസ് മൊമെന്റ്. നമ്മൾ സിൻലെസ് ബീയിങ് ആണ് അന്നേരം. കർത്താവ് എഴുന്നള്ളി വന്ന് നമ്മൾ ദിവ്യസക്രാലായിട്ടിരിക്കുന്ന സമയം ഞാനപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവെ നിന്നെ സ്വീകരിച്ച ഈ നാവ് കൊണ്ട് നാളെ നിന്നെ സ്വീകരിക്കുന്നവരെ അശുദ്ധമായതൊന്നും പറയാതിരിക്കാൻ. നിന്നെ ഇപ്പം കണ്ട എൻ്റെ കണ്ണുകൾ കൊണ്ട് നാളെ നിന്നെ കാണുന്നവരെ അശുദ്ധമായിട്ടൊന്നും കാണാതിരിക്കാൻ. നിന്നെ ഇപ്പം എടുത്ത് ഈ കരങ്ങൾ കൊണ്ട് നാളെ നിൻ്റെ അടുക്ക് വരുന്നവരെ അശുദ്ധമായിട്ടൊന്നും എടുക്കാതിരിക്കാൻ. നിൻ്റെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിൽക്കുന്ന ഈ പാദങ്ങൾ കൊണ്ട് നാളെ ഈ ദേവാലയത്തിൽ നടന്നു വരുന്നവരെ അശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് നടന്നു പോകാതിരിക്കാൻ. എനിക്ക് തോന്നുന്നു ഇത് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റിയ മനോഹരമായ പ്രാർത്ഥനയായിരിക്കും. ശരീരത്തിന് മുഴുവൻ, നമ്മൾ ഈ അവസാനം പറഞ്ഞ ലൈംഗികത തെറ്റെന്നൊക്കെ പറയുന്ന അവസാനത്തെ പോയിന്റാണ്. ഈ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിശുദ്ധിയിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഇച്ചിക്കുന്ന നന്മയല്ല, ഇച്ചിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞൊരു സങ്കടകരമായ അവസ്ഥ, ആഗ്രഹിക്കാത്ത ചെയ്തു പോകുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും ഇന്ന് ഈ മേഖലയിൽ വേദന അനുഭവിക്കുന്നവരെക്കുള്ളിലുള്ള സങ്കടം ഇതാണ്, ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അതിൻ്റെ കാരണം ഈ ജഡവും ആത്മാവും പരസ്പരം എതിർക്കുന്നതാണെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുദിനം ഈ പോരാട്ടമുണ്ട്. യോസേപ്പ് പൊത്തിഫറിൻ്റെ ഭാര്യ പ്രലോഭിപ്പിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ അടുത്തിരിക്കാനോ അവളുടെ കൂടെ ശയിക്കാനോ അവൻ കൂട്ടാക്കിയില്ല, കാരണം എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു വലിയ ദൈവ സാന്നിധ്യ സ്മരണ യോസേപ്പിൻ്റെ ജീവിതത്തിൽ ഈ വിശുദ്ധി പാലിക്കാൻ യോസേപ്പിനെ സഹായിച്ചു. പിന്നീടുള്ള ജീവിതത്തിൽ എല്ലാം ഉയർച്ചയ്ക്കും കാരണം ഈ വിശുദ്ധിയായിരുന്നു. അപ്പം അത് നമ്മുടെ പിള്ളേർക്ക്, മക്കൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. മക്കളെ വിശുദ്ധി പാലിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. ബൈബിളിൽ പ്രലോഭനം എന്ന വാക്കിന് പാരലായിട്ട് ഉപയോഗിക്കുന്നതാണ് പരീക്ഷണം. അത്
പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷ ഇത് സ്വാഭാവികമാണ്. പരീക്ഷ എഴുതിയാലേ കുഞ്ഞുങ്ങൾ വിജയിക്കത്തുള്ളൂ. പ്രലോഭനങ്ങൾ വിജയിച്ചവൻ്റെ പേരാണ് കർത്താവ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രലോഭനങ്ങൾ വിജയിച്ച കർത്താവ് മുമ്പിൽ നിൽക്കുമ്പോൾ ഉറപ്പായിട്ട് എല്ലാവർക്കും പറ്റും. വീണ് പോകുമായിരിക്കും, എഴുന്നേറ്റ് നടക്കുക, കുമ്പസാരെ കൂട്ടി കർത്താവ് കാത്തിരിപ്പുണ്ട്. വീണ്ടും അവൻ നിനക്ക് ഉറപ്പായിട്ട് ശക്തി തരും. ഒരുപിടി വിശുദ്ധരുണ്ട് സഭയിൽ ഈ പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയിട്ട് വിജയിച്ചത്. ഇനി തകർന്നു പോയി എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവർക്കുള്ള ഒരു പ്രത്യേക വിശുദ്ധയുണ്ട്, വിശുദ്ധ ബക്കീത്ത. അധികം പേരൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു കറുത്ത വിശുദ്ധയാണ് വിശുദ്ധ ബക്കീത്ത. വിശുദ്ധ ബക്കീത്ത ഒരു സ്ലേവായിരുന്നു, ഒരു അടിമ പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു പ്രത്യേക ക്ലാനിൽ നിന്ന് അവരെ തട്ടിക്കൊണ്ടുപോയി പെൺകുട്ടിയായതുകൊണ്ട് നമ്മളെ ശാരീരികമായിട്ട് വളരെ ബാല്യത്തിൽ പീഡിപ്പിച്ചു. അവൾക്ക് വലിയ സ്വപ്നമായിരുന്നു ശാരീരിക വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നുള്ളത്. പിന്നീട് അവളെ വാങ്ങിയ ഒരു മുതലാളിയാണ് അവളെ കത്തോലിക്ക വിശ്വാസം പഠിപ്പിക്കുന്നതും. പിന്നീട് അവൾ സഭയിലെ വിശുദ്ധയായ കന്യാസ്ത്രീയായി മാറി. ഈ ശാരീരിക വിശുദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് മാനുഷികമായിട്ട് പറയാവുന്ന ഒരാളെ തമ്പുരാൻ അവൻ്റെ മണവാട്ടിയായിട്ട് തിരഞ്ഞെടുത്തുള്ളതാണ്. ഓരോ കന്യാസ്ത്രീയും കർത്താവിൻ്റെ മണവാട്ടിയാണല്ലോ. അത്രമാത്രം കർത്താവ് തിരിച്ചു വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരും നിരാശപ്പെടരുത്. എൻ്റെ ജീവിത വിശുദ്ധി കളഞ്ഞു പോയല്ലോ, എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇല്ല, നഷ്ടപ്പെട്ടിട്ടില്ല. കർത്താവിന് തിരിച്ചെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വരുന്നത് സമയത്തിൻ്റെ പരിമിതി മൂലം. നൊവിഷേറ്റിലായിരുന്നപ്പോൾ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ വന്ന ഒരു അച്ഛൻ പഠിപ്പിച്ച ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. ഒരു മനോഹരമായ പ്രാർത്ഥനയാണ്. അത് ചെറിയ പാട്ട് പോലെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂണിൽ കുഞ്ഞുങ്ങളെ പാടി പഠിപ്പിക്കാം. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികൾ അകലട്ടെ, തിരുരക്തത്തിൻ്റെ അഭിഷേകം ഞങ്ങളെ വലയം ചെയ്യട്ടെ, റാഫേൽ മൈക്കിൾ ദൂതന്മാർ മാറിയവസേപ്പും മാതാവും രക്ഷാവലയം തീർക്കട്ടെ എന്ന് എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഈ ഒരു പാട്ടൊക്കെ പാടിപ്പിച്ചിട്ട് ഇതൊരു സുഹൃദയവും പോലെ ചൊല്ലി പഠിപ്പിച്ചിട്ട് ഈ സകല വിശുദ്ധരെയും പ്രത്യേകിച്ച് മിഖായേൽ മാലാഖയുടെ സംരക്ഷണമൊക്കെ ഏറ്റുവാങ്ങി കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരു സാത്താനും അവരെ തൊടാൻ പറ്റില്ല, ഒരു അശുദ്ധിക്കും അവരുടെ ജീവിതത്തിൽ കടന്നു വരാനും പറ്റില്ല. എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നൊരു പ്രാർത്ഥന, ചെറിയൊരു പ്രാർത്ഥനയാണ്. അത് എല്ലാ ദിവസവും ചെല്ലാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് വലിയൊരു സംരക്ഷണമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വളരെ റിച്ച് ആയിട്ടൊരു സെഷനായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ കുടുംബം ഒന്നിച്ച് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനൊക്കെയുള്ള കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമുക്കൊന്ന് പ്രാർത്ഥനാപൂർവ്വം ഒന്ന് സംഗ്രഹിക്കാം. മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മാതാപിതാക്കൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലതുകരം അവർ കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചേ. കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ച ഈ മക്കളെ ഈ ഭൂമിയിൽ ഏറ്റവും വിശുദ്ധരായി കത്തുപരിപാലിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം കടമയും തമ്പുരാൻ നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനുള്ള കൃപയും തരുന്നുണ്ട്. എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ വീഴ്ചകൾ കൊണ്ടോ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കൊണ്ടോ ഒക്കെ മക്കളിലേക്ക് അശുദ്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാണ്ട് മാപ്പ് പറഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കാം. ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്ന കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ തമ്പുരാനെ നീ കരുണയുടെ വലതുകരം നീട്ടി അവരെ തൊടണമേ. നല്ല കള്ളന് നീ ചോദിച്ച അതേ നിമിഷം തന്നെ പറുദീസ കൊടുത്തതുപോലെ, പാപനിയായ സ്ത്രീ ചോദിച്ചപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ഇന്ന് തന്നെ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളിലേക്കും ആ രക്ഷയുടെ സൗഖ്യത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ നീട്ടണമേ. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന വിശുദ്ധി, ആ പുത്തൻ വെള്ള വസ്ത്രത്തിന് വിശുദ്ധി ഞങ്ങൾക്ക് തരണമേ. മാമോദീസായിൽ കിട്ടിയ ദൈവപര പ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ചാവർപിതാവിനെ പോലെയൊക്കെ ആർജവത്വത്തോടെ പറയാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. തമ്പുരാനെ, ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾ അയോഗ്യരാണ്, ബലഹീനരാണ്, പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും വീണു പോകുന്നവരാണ്. പ്രലോഭനങ്ങൾ ജയിച്ച ഈശോയെ നീ ഞങ്ങൾക്ക് കൃപ തരണമേ. തമ്പുരാൻ നിങ്ങളെ ഈ നിമിഷം തഴുകി തലോടി വിശുദ്ധിയിൽ നിർത്തട്ടെ. എല്ലാ മക്കളും ഈ നിമിഷം സൗഖ്യം അനുഭവിക്കപ്പെടട്ടെ. മുറിവുകളുള്ള എല്ലാവരും, ക്ഷമിക്കാൻ പറ്റാത്ത, തങ്ങളുടെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തിയവരോട് ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാവരും ഈ നിമിഷം അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സൗഖ്യം അനുഭവിക്കപ്പെടട്ടെ. എല്ലാവർക്കും വേണ്ടിയാണല്ലോ കർത്താവ് കാൽവരി മലയുടെ മുകളിൽ ചോര പൊടിഞ്ഞത്. എല്ലാവർക്കും വേണ്ടിയാണല്ലോ രക്ഷ അവൻ വാഗ്ദാനം ചെയ്തത്. അവൻ്റെ തിരുരക്തത്താൽ നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും നമ്മുടെ കുടുംബവുമെല്ലാം ഈ നിമിഷം കഴുകി പൂർണ്ണ വിശുദ്ധി പ്രാപിക്കട്ടെ. പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് പാപമില്ലാതെ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ട അമ്മയുടെ ആ വിശുദ്ധിയുടെ നീലക്കാപ്പ കൊണ്ട് മക്കളായി ഞങ്ങളെല്ലാവരെയും പൊതിഞ്ഞു പിടിച്ച് ഞങ്ങളിലേക്കും ആ വിശുദ്ധിയുടെ സൗരഭ്യം പരന്നു തരണമേ. വിശുദ്ധിയുടെ സുഗന്ധം ഞങ്ങൾക്ക് തരണമേ. ശാരീരിക വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച അനേക വിശുദ്ധരെ, സഭയിലെ സകല രക്തസാക്ഷികളെ, വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ വഴികളിൽ സംരക്ഷണം നൽകുകയും ചെയ്യണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും
എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.